സ്വാഗതം ടോപ്പ് 10ലേക്ക്. തൊഴിലുറപ്പ് പദ്ധതി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും. ഗാന്ധിയുടെ പേര് മാറ്റി, ഇനി ജി റാംജി. പേരുമാറ്റവും കേന്ദ്ര പദ്ധതി ഇനി കേന്ദ്ര സംസ്ഥാന പദ്ധതിയാകുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യതയും ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ ദിവസത്തെ സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം 10 പ്രധാന തലക്കെട്ടുകൾ. 125 दिन की गारंटी है, गारंटी ये कहीं पर कमजोर नहीं हुई. उस गारंटी को हम पूरा करेंगे, गांव का संपूर्ण विकास भी करेंगे. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇനി വികസിത് ഭാരത് ജി റാംജി. പ്രതിഷേധവുമായി പ്രതിപക്ഷം. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ അപമാനിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷം. ഗാന്ധിയുടെ സ്വപ്നം കണ്ട രാമരാജ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമെന്ന് കേന്ദ്രം. സംസ്ഥാനത്തിന് ഒരു വർഷം 1600 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്ന് കേരളം. ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ബില്ല് പാസാക്കി ലോക്സഭ. LICക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ധനമന്ത്രി. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയായി. സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെ അംഗീകരിച്ചു ഗവർണർ. ഉത്തരവിറക്കിയത് സുപ്രീം കോടതി നാളെ നേരിട്ട് നിയമനം നടത്താനിരിക്കെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ഹൈക്കോടതി. കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് ഒരു രേഖ പോലും ഇല്ലേ എന്ന് N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതി. അന്വേഷണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിലേക്കും. SIT മൊഴിയെടുക്കും. മുൻകൂർ ജാമ്യം തേടി ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ സുപ്രീം കോടതിയിൽ. കേന്ദ്രം വിലക്കിയ മുഴുവൻ സിനിമകളും IFFKയിൽ പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. കേന്ദ്രത്തിന്റെ കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മേളയ്ക്ക് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി എത്താത്തതിൽ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട അതിജീവിത. സർക്കാർ ഉടൻ അപ്പീൽ പോകുമെന്നും ഗൂഢാലോചന തെളിയിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേരള ജനത ഒപ്പമുണ്ടെന്നും പിണറായി വിജയൻ. CPIയെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും മുന്നണിയിലേക്ക് ക്ഷണിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. തിങ്കളാഴ്ച കൊച്ചിയിൽ UDF യോഗം. LDF വിടില്ലെന്ന് ജോസ് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കണ്ണൂർ പിണറായിയിൽ സ്ഫോടനം. CPM പ്രവർത്തകന്റെ കൈപ്പത്തി ചിതറി. അന്വേഷണം തുടങ്ങി പോലീസ്. മസാല ബോണ്ടിൽ കിഫ്ബിക്ക് താൽക്കാലിക ആശ്വാസം. ED നോട്ടീസ് 3 മാസത്തേക്ക് സ്റ്റേ ചെയ്ത ഹൈക്കോടതി. നടപടി കിഫ്ബിയുടെ അപ്പീലിൽ. വിധിയിൽ സന്തോഷമെന്നും ഇവിടെ ആർക്കും EDയെ പേടിയില്ലെന്നും മുൻമന്ത്രി തോമസ് ഐസക്. കർണാടകയിൽ വൻ യൂറിയ കുംഭകോണം. കർഷകർക്ക് നൽകാനായി കൃഷിവകുപ്പ് മുഖേന കേന്ദ്രം അനുവദിച്ച യൂറിയ മറിച്ചുവിറ്റു. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായി കാമറൂൺ ഗ്രീൻ. കൊൽക്കത്ത ഗ്രീനെ സ്വന്തമാക്കിയത് 25 കോടി 20 ലക്ഷം രൂപയ്ക്ക്. 18 കോടി രൂപയ്ക്ക് ശ്രീലങ്കൻ പേസർ മതീഷ പതിരണയും കൊൽക്കത്തയിൽ. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ രാജസ്ഥാൻ റോയൽസിൽ. അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് നേട്ടവുമായി അഭിഗ്യാൻ കുണ്ടോ. മലേഷ്യക്കെതിരായ മത്സരത്തിൽ അഭിഗ്യാൻ നേടിയത് 125 പന്തിൽ 209 റൺസ്. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ആക്രമണം നടത്തിയ പ്രതികൾക്ക് ഇന്ത്യൻ ബന്ധമെന്ന് റിപ്പോർട്ട്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട പ്രതി സജിദ് അക്രം ഹൈദരാബാദ് സ്വദേശി. വിദ്യാർത്ഥി വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോയത് 1998. നവംബർ 1 ഫിലിപ്പീൻസിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തെന്നും സൂചന. സ്റ്റോറി ഓഫ് ദി ഡേ. ഇത് കൂട്ടായ്മയുടെ കരുതലിന്റെ ഉത്സവം. 2005 പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു പേര്. 2006 മുതലാണ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. 2009 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് നൽകിയത്. ഇന്ന് പേരും ഘടനയും മാറ്റി ബില്ല് അവതരിപ്പിച്ചപ്പോൾ രാഷ്ട്രപിതാവിനെ പാടെ തഴഞ്ഞു.
പ്രതിപക്ഷ പ്രതിഷേധം മറികടന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. വികസിത് ഭാരത് ജി റാംജി എന്നാണ് പദ്ധതി ഇനി അറിയപ്പെടുക. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബില്ല് അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ അപമാനിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. ബില്ലിൽ നാളെ ചർച്ച നടക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക് മിഷൻ ഗ്രാമീൺ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയത്. പേര് മാറ്റുന്നത് രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. महात्मा गांधी जी मेरे परिवार के नहीं थे, लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാന്ധിജിയുടെ ആശയങ്ങളെയും സാധാരണക്കാരുടെ അവകാശങ്ങളെയും ഇഷ്ടമല്ലെന്ന് ബില്ലിനെ എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. പേരുമാറ്റുന്നതിനൊപ്പം അതിന്റെ ഘടന മാറ്റുന്നത് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന് രാഹുൽ ആരോപിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് ഭേദഗതിയെന്ന് NK പ്രേമചന്ദ്രൻ MPയും ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്ന് ശശി തരൂർ MPയും പാർലമെന്റിൽ വ്യക്തമാക്കി. I feel that this is an insult to the father of nations. To remove the name Mahatma Gandhi is to strip the bill of its moral compass and its historical legitimacy. അതേസമയം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് പുതിയ ബിൽ കൊണ്ടുവരുന്നതെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. 125 दिन की गारंटी है, गारंटी ये कहीं पर कमजोर नहीं हुई. उस गारंटी को हम पूरा करेंगे. गांव का संपूर्ण विकास भी करेंगे और कृषि और मजदूरी दोनों में संतुलन स्थापित करने का काम करेंगे. നിലവിലുള്ള പദ്ധതിയെ 4ആയി തിരിച്ചാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ ബില്ലിലൂടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കും. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. തൊഴിൽ പൂർത്തിയായി 15 ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിന് കൂടി ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിലാണ് ബില്ല് വിഭാവനം ചെയ്തിരിക്കുന്നത്. വേതനത്തിന്റെ 40% സംസ്ഥാനം വഹിക്കണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. 40% ചെലവ് സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക വഴി കേരളത്തിന് ഒരു വർഷം 1600 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുന്നതെന്നും ഈ ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും മന്ത്രി പറഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെന്റ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ക്രൂരമായ ഒരാക്രമണം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ നടത്തുകയാണ്. 40% ഇനി മുതൽ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നാണ്. നിലവിൽ മുഴുവൻ കേന്ദ്ര ഫണ്ടിംഗ് ആണ്. നിയമം ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. സബ്കാ ബീമ സബ്കി രക്ഷ എന്ന പേരിലാണ് ബിൽ അവതരിപ്പിച്ചത്. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം നിർദ്ദേശിക്കുന്നതാണ് ബില്ല്. ഇപ്പോൾ 74% നിക്ഷേപ പരിധി. LICക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. സുപ്രീം കോടതി VCമാരെ നിയമിക്കുന്നതിന് തൊട്ടു മുൻപ് VC നിയമനത്തിൽ ധാരണയായി സർക്കാരും ഗവർണറും. സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെ ചാൻസലർ അംഗീകരിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ഈ സിസ തോമസിന്റെ കാര്യത്തിലായിരുന്നു സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇവർ തമ്മിൽ സമവായത്തിലെത്തിയത്, സർക്കാരും ഗവർണറും തമ്മിൽ? മായ, സുപ്രീം കോടതിയിൽ ഇടപെടൽ ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ്, അതായത് സർക്കാരും ഗവർണറും തമ്മിലുള്ള സമവായത്തിലെത്തിയില്ലെങ്കിൽ, ഈ രണ്ട് സർവകലാശാലയുടെയും കാര്യത്തിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തുകയും സുപ്രീം കോടതി നേരിട്ട് VCമാരെ നിയമിക്കുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല സുപ്രീം കോടതി അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ പോയി കണ്ടിരുന്നു. മുഖ്യമന്ത്രി കണ്ട ആ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സമവായത്തിലെത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് രണ്ട് മന്ത്രിമാരും, മന്ത്രി ബിന്ദുവും നിയമമന്ത്രിയും ഒക്കെ പോയി കണ്ടിരുന്നുവെങ്കിലും അതിൽ സമവായം എത്തിയില്ല. തുടർന്ന് സുപ്രീം കോടതി കർശന നിലപാടെടുത്തതോടുകൂടിയാണ് മുഖ്യമന്ത്രി തന്നെ ഗവർണറെ പോയി കാണുകയും ഇരുവരും സമവായത്തിലെത്തുകയും ചെയ്തിരുന്നു. അതായത് രണ്ടുപേർക്കും സിസ തോമസിനെ ഒഴിവാക്കണമെന്ന പിടിവാശിയായിരുന്നു മുഖ്യമന്ത്രിക്ക്. സജി ഗോപിനാഥിനെ ഒഴിവാക്കണമെന്ന പിടിവാശി ഗവർണർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാണ് ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി നിർബന്ധം കാട്ടിയപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നപ്പോഴാണ് എന്നാൽ സിസ തോമസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി വഴങ്ങിയത്. അതേ നിലപാട് തന്നെ ഗവർണറും സ്വീകരിച്ചു. സിസ തോമസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി വഴങ്ങിയതോടുകൂടി
ഡിജിറ്റൽ സർവകലാശാലയിലെ സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഗവർണറും വഴങ്ങുകയായിരുന്നു. അങ്ങനെ ഇരു കൂട്ടരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടുകൂടിയാണ് ഇരു സർവകലാശാലകളിലും സ്ഥിരമായുള്ള VC-യുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നീങ്ങുകയും ലോക് ഭവൻ ഇക്കാര്യത്തിൽ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക ചുമതല വഹിച്ചു വരികയാണ്. സിസ തോമസിനെ 4 വർഷത്തേക്കോ അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയോ ഡിജിറ്റൽ KTUവിലെ വൈസ് ചാൻസലർ സ്ഥിരം VC-ആയി നിയമിച്ചു എന്ന ഉത്തരവും, ഒപ്പം തന്നെ സജി ഗോപിനാഥിനും അതേ രീതിയിൽ തന്നെയാണ് 4 വർഷം വരെയോ അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെയോ ഡിജിറ്റൽ സർവകലാശാലയിലെ സ്ഥിരം VC-ആയുമാണ് ഇപ്പോൾ ലോക് ഭവനിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് സിസ തോമസിന്റെ കാര്യമാണ്. കാരണം മുമ്പ് KTU സർവകലാശാലയിൽ ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി അസാധുവാക്കുമ്പോഴാണ് അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സിസ തോമസിനെ KTUവിന്റെ ചുമതല VC-ആക്കുന്നത്. ഇതോടുകൂടിയാണ് സിസ തോമസ് സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറുകയും പിന്നീട് ഈ വിരമിച്ച ശേഷവും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സിസ തോമസ് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയതും ഒക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. അതിനുശേഷം ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC-ആയി നിയമിച്ച സമയത്ത് പോലും അവിടെ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തുകയും അത് ഗവർണർക്ക് റിപ്പോർട്ട് നൽകുകയും ഒടുവിൽ ഓഡിറ്റിന് CAG ഓഡിറ്റിന് വിധേയമാക്കാൻ തീരുമാനമാക്കുകയും ഒക്കെ ചെയ്തത് സർക്കാരും സിസ തോമസ് തമ്മിലുള്ള പോരാട്ടം പിന്നെയും കടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു സിസ തോമസിനെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സർക്കാർ അവസാന നിമിഷം വരെ പിടിവാശിയിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി നേരിട്ട് നിയമനം നടത്തുമെന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഇരുവരും മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് പോയി കാണുകയും ഒടുവിൽ സമവായം എന്ന രീതിയിൽ സിസ തോമസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി വഴങ്ങുന്നു. അതേ നിലപാട് ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഗവർണറും വഴങ്ങി. അങ്ങനെയാണ് 2 സർവകലാശാലയിലും ഇപ്പോൾ സമവായത്തിലെത്തുകയും ആ അനിശ്ചിതത്വം നാളുകളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. മായ. ശരി, ഗവർണറും സർക്കാരും ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ നാളെ സുപ്രീം കോടതി നേരിട്ട് VC-യെ നിയമിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അതിനു മുൻപ് തന്നെ ഇരുവരും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ്. വൈസ് ചാൻസലർമാരെ സംബന്ധിച്ച് അൺഫിലിറ്റാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിമർശിക്കുകയും ചെയ്തു. കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് ദേവസ്വം ബോർഡിൽ ഒരു രേഖ പോലും ഇല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. N. വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടി. ദ്വാരപാലക കേസിൽ പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയും നൽകി. 98-ൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ശബരിമല കട്ടിളപ്പാളിയിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞതിൽ യാതൊരു രേഖയും ദേവസ്വം ബോർഡിന്റെ പക്കൽ ഇല്ല എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അങ്ങനെ സ്വർണം പൂശിയതായിട്ട് ഒരു മഹസറോ രേഖയോ ഇല്ലെങ്കിൽ ഈ കേസെല്ലാം എങ്ങനെ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ സംശയം. കട്ടിളപ്പാളി ചെമ്പുപാളിയായി മാറി എന്ന ആരോപണത്തിൽ കേസ് പറയുമ്പോൾ കട്ടിളപ്പാളിയിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ആദ്യം വേണ്ടത്? ഇത്രയും വലിയൊരു സംഭാവന UB ഗ്രൂപ്പ് നൽകിയിട്ടും അതിന്റെ രേഖ ആവശ്യപ്പെടുമ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്നില്ല. സാധാരണ ഇത്തരം സംഭാവനകൾ വരുമ്പോൾ കൃത്യമായ ഒരു മഹസർ ദേവസ്വം ബോർഡ് സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു എന്ന് പറയപ്പെടുന്നു. ജനങ്ങൾ അത് കണ്ടിട്ടുമുണ്ട്. എന്നാൽ സ്വർണം പൊതിഞ്ഞതായി ഒരു രേഖ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ആവർത്തിച്ച് രേഖ ആവശ്യപ്പെട്ടത്. വിജിലൻസ് കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ എവിടെയെങ്കിലും സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ രേഖ നൽകിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ മറുപടി പങ്കജ് ഭണ്ഡാരി എന്ന സ്മാർട്ട് ക്രിയേഷന്റെ ഉദ്യോഗസ്ഥന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. നിലവിൽ സ്വർണ്ണക്കൊള്ളയുടെ കേസ് നിയമപരമായി നിലനിൽക്കണമെങ്കിൽ UB ഗ്രൂപ്പ് തന്നെ ചിലവാക്കിയ സ്വർണത്തിന്റെ കണക്ക് കൊണ്ടുവരേണ്ടി വരും. ഈ സംശയമാണ് ഹൈക്കോടതി ഇന്ന് പ്രകടിപ്പിച്ചത്. N. വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി. എന്നാൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖ എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ബാക്കിയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ പോറ്റിയെ അനുവദിച്ചതെന്തിന്? ഈ ചോദ്യത്തിന് ഉൾപ്പെടെ ഉത്തരം തേടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡിലെ മറ്റംഗങ്ങളുടെയും മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് SIT. കേസിൽ സ്മാർട്ട് ക്രിയേഷൻ CEOയെ ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. കേസിൽ 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതിനിടെ മുൻകൂർ ജാമ്യം തേടി ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. സ്ഥാപനത്തിലെ 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്തു.
ജീവനക്കാരെ വിട്ടയച്ചെങ്കിലും ഇനിയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നാണ് വിവരം. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബുവും കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കസ്റ്റഡിയിൽ തുടരുമ്പോഴാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത് എന്നതും നിർണായകമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴിയും അന്വേഷണ സംഘം എടുക്കും. പ്രശാന്ത് പ്രസിഡന്റായിരുന്ന സമയത്തെ ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. ദ്വാരപാലക ശില്പങ്ങൾ 2024 സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും SIT ചോദിച്ചറിയുക. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിലവിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശൽ SITയുടെ അന്വേഷണ പരിധിയിലില്ല. പത്മകുമാറിന്റെ കാലത്തെ ബോർഡംഗങ്ങളെ ഈ ആഴ്ച വീണ്ടും മൊഴിയെടുക്കാൻ SIT വിളിപ്പിക്കും. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിനിമാ ലോകത്തെ മാറ്റങ്ങൾ, പരീക്ഷണങ്ങൾ, രാഷ്ട്രീയം ഇതൊക്കെ നമ്മൾ രാജ്യാന്തര ചലച്ചിത്ര മേളകളിലൂടെ കണ്ടറിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അങ്ങനെയുള്ള ആ ലോക സഞ്ചാരത്തിനിടെയാണ് 15 സിനിമകൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചത്. എന്നാൽ കേന്ദ്രത്തിന്റെ കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല എന്നാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. മുഴുവൻ സിനിമകളും പ്രദർശിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 19 സിനിമകളുടെ പ്രദർശനത്തിന് വാർത്താവിതരണ മന്ത്രാലയം അനുമതി നൽകിയിരുന്നില്ല. ഈ നടപടി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രദർശനാനുമതി നിഷേധിച്ച 4 സിനിമകളുടെ വിലക്ക് പിന്നീട് നീക്കിയെങ്കിലും 15ഓളം സിനിമകളുടെ പ്രദർശനം പ്രതിസന്ധിയിലായിരുന്നു. ഒടുവിൽ ശക്തമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ലെന്നും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ നിശ്ചയിച്ച പ്രകാരം മുഴുവൻ ചിത്രങ്ങളും മുടക്കമില്ലാതെ പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശം നൽകി. കേരളത്തിന്റെ പുരോഗമനപരമായ കലാസാംസ്കാരിക പാരമ്പര്യത്തിന് നേരെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് മന്ത്രി വിമർശിച്ചു. വർഗീയ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയാണ് IFFKയിൽ നിന്ന് സിനിമകളെ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയമായ ധാരണ അടിസ്ഥാനപ്പെടുത്തി നിരോധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതിനെതിരായി കേരളം, സാംസ്കാരിക കേരളം പ്രത്യേകിച്ച് നല്ല പ്രതികരണവുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴും അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. മേളയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയുടെ അസാന്നിധ്യത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. വിവാദങ്ങൾ ഉയരുമ്പോൾ ഇതിനെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥനായ അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സ്ഥലത്തില്ലെന്നും വെറും ഡമ്മിയാണ് ചെയർമാനെന്നും സംവിധായകൻ ഡോക്ടർ ബിജു വിമർശിച്ചു. അതേസമയം വിവാദങ്ങൾക്കിടയിലും ചെയർമാനെ സംരക്ഷിച്ച് ചലച്ചിത്ര അക്കാദമി പ്രതിനിധികൾ രംഗത്തെത്തി. ചെയർമാൻ സ്ഥലത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചലച്ചിത്രമേളയുടെ പ്രൗഢിക്ക് മങ്ങലേൽപ്പിച്ച സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. തനിക്കുണ്ടായ ദുരനുഭവം അക്കാദമി ഭാരവാഹികളെ അറിയിച്ചിരുന്നുവെന്ന് ചലച്ചിത്ര പ്രവർത്തക മൊഴി നൽകിയിട്ടുണ്ട്. ജൂറിയുടെ വിശദാംശങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവയും ആവശ്യപ്പെടും. കഴിഞ്ഞ മാസം 6-ന് ഹോട്ടലിൽ വെച്ച് കുഞ്ഞുമുഹമ്മദ് മുറിയിലേക്ക് വിളിച്ചു മോശമായി പെരുമാറിയെന്നാണ് പരാതി. തുടർന്ന് അക്കാദമിയെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും പരാതിക്കാരി പോലീസിനോട് പറഞ്ഞു. എന്നാൽ അക്കാദമി എന്തു നടപടിയെടുത്തു എന്നത് വ്യക്തമല്ല. ഈ സാഹചര്യത്തിലാണ് അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകിയത്. ഇന്നലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നീതി ലഭിച്ചില്ലെന്ന് അതിജീവിത തന്നെ പറയുമ്പോൾ നിയമപോരാട്ടവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകാനൊരുങ്ങുകയാണ് സർക്കാർ. കേരളം മുഴുവൻ അവൾക്കൊപ്പമെന്ന് ഉറപ്പു നൽകുന്നു മുഖ്യമന്ത്രി. ഇന്ന് അതിജീവിത ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. വിചാരണ കോടതി വിധിക്കെതിരെ ഈ ആഴ്ച തന്നെ അപ്പീൽ പോകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കേസിലെ പ്രതിയായ മാർട്ടിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ അതിജീവിതയ്ക്കെതിരായി പ്രചരിക്കുന്നത് തടയാൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ വന്നതിന് പിന്നാലെ തനിക്ക് നീതി കിട്ടിയില്ല എന്ന് വ്യക്തമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിജീവിത രംഗത്ത് വന്നിരുന്നു. വിധിയിൽ അത്ഭുതമില്ലെന്നും കോടതിയോടുള്ള വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടി രംഗത്ത് വന്നിരുന്നത്. അപ്പീലിന് പോകുമെന്ന സൂചനയും നൽകി. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് താൻ അനുഭവിക്കുന്ന മാനസിക വേദന പങ്കുവച്ചത്. വിചാരണ കാലയളവിൽ നേരിട്ട ദുരനുഭവങ്ങളും കേസ് നടത്തിപ്പിന് വേണ്ടിവന്ന സാമ്പത്തിക ചെലവുകളും വിധി വന്ന ശേഷം നേരിടുന്ന മാനസിക ആഘാതവുമൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. കേരളം അതിജീവിതയ്ക്കൊപ്പമാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വിചാരണ കോടതി വിധിക്കെതിരെ ഈ ആഴ്ച തന്നെ അപ്പീൽ പോകുമെന്നും നടപടികൾ ഉടൻ തുടങ്ങുമെന്നും സർക്കാരിന്റെ ഉറപ്പ് മുഖ്യമന്ത്രി നൽകി. അതിനിടെ കേസിലെ പ്രതിയായ മാർട്ടിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നത് നടി ചൂണ്ടിക്കാട്ടി. ദിലീപിനെ കേസിൽ കുടുക്കിയതാണെന്നും അതിജീവിതയുടെ പേര് പരാമർശിച്ചുമുള്ള വീഡിയോയാണ് പ്രചരിക്കുന്നത്. ഇത് തടയാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കേസിൽ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അതിജീവിതയ്ക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രംഗത്ത് വന്നിരുന്നു. ക്ലിഫ് ഹൗസിലെ കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടുനിന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർക്കാർ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ മുഖ്യ അതിഥിയായി നടി ഭാവന എത്തി. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിലായിരുന്നു മുഖ്യമന്ത്രി ഒരുക്കിയ വിരുന്ന്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ, പൗരപ്രമുഖർ തുടങ്ങിയവർ വിരുന്നിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പതിവായി ക്രിസ്മസ് പുതുവത്സര വിരുന്ന് നടത്താറുണ്ട്. അതിഥികൾക്കൊപ്പം മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് ആഘോഷിച്ചു. തോൽവി എല്ലാവരും പ്രത്യേകം പഠിക്കട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന ഇടതുമുന്നണി യോഗത്തിന്റെ തീരുമാനം. ഓരോ ഘടകകക്ഷികളും തോൽവി പഠിച്ച ശേഷം ജനുവരി ആദ്യവാരം മുന്നണി യോഗം ചേർന്ന് വിശകലനം ചെയ്യും. തോൽവിയുടെ കാരണങ്ങൾ CPM സംസ്ഥാന സമിതി യോഗം ചേർന്ന് വിശകലനം ചെയ്ത ശേഷം മുന്നണി യോഗം ചേരാനാണ് നിലവിൽ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4 ദിവസത്തിന് ശേഷമാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷം ചേരുന്ന മുന്നണി യോഗത്തിൽ പ്രാഥമികമായി പോലും ചർച്ചകൾ നടന്നില്ല. ഓരോ ഘടകകക്ഷികളും ആദ്യഘട്ടത്തിൽ പ്രത്യേകം വിലയിരുത്തൽ നടത്തണം. അതിനുശേഷം ജനുവരി ആദ്യവാരം ഇടതുമുന്നണി യോഗം ചേർന്ന തെരഞ്ഞെടുപ്പ് പരാജയം ആഴത്തിൽ പഠിക്കും. മുഖ്യമന്ത്രിയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ആദ്യം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കും. വോട്ട് നിലയിലെ കണക്കുകൾ ഉൾപ്പെടെ പരിശോധിച്ച് പരാജയ കാരണം കണ്ടെത്തും. ഈ മാസം 28, 29 തീയതികളിലാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. അതിനുശേഷം LDF യോഗം ചേരും. അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന CPM CPI നേതൃയോഗങ്ങളിൽ പരാജയ കാരണങ്ങളിൽ ഭിന്നാഭിപ്രായമാണ് ഉയർന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രചാരണം ജനവിധിയെ സ്വാധീനിച്ചിട്ടില്ല എന്നുമാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് അലയടിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരായ വിമർശനവുമാണ് CPI നേതൃയോഗത്തിൽ ഉയർന്നത്. ഓരോ പാർട്ടിയും സ്വന്തം നിലയിൽ വിശകലനം ചെയ്ത ശേഷം പരാജയത്തെക്കുറിച്ച് പഠിച്ച് തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകാനാണ് ഇടതുമുന്നണിയിൽ തീരുമാനമായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPMനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ഭരണവിരുദ്ധ വികാരമില്ല എന്ന അഭിപ്രായവുമായി CPM മുന്നോട്ടു പോകുന്നതാണ് നല്ലത്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് അവർ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വനവാസത്തിന് പോകുമെന്നും ചെന്നിത്തല പരിഹസിച്ചു. CPMന് അങ്ങനെ അഭിപ്രായം ഉള്ളത് നല്ലതാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള നിലയിൽ അവരങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. അല്ലാണ്ട് അവരുടെ തെറ്റുകൊണ്ടല്ല, ശബരിമല കാര്യങ്ങൾ കൊണ്ട് കൊള്ള കൊണ്ടല്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് CPMന്റെ ഭാഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെ UDF വിപുലീകരണ ചർച്ചകളാണ് സജീവമാകുന്നത്. CPIയെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും UDF കൺവീനർ അടൂർ പ്രകാശ് മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ UDF നേതൃയോഗം ചേരും. അതേസമയം വെൽഫെയർ പാർട്ടിയുമായി ചർച്ചയില്ലെന്നും കൺവീനർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ കണക്കിൽ 80 മണ്ഡലങ്ങളിൽ UDFന് മുൻതൂക്കമുണ്ട്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ LDF നില മെച്ചപ്പെടുത്തിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരിക്കുകയാണ് UDF ലക്ഷ്യം. കേരള കോൺഗ്രസ് CPI പാർട്ടികളെ ലക്ഷ്യമിട്ടാണ് UDFന്റെ നീക്കങ്ങൾ അത്രയും. തൽക്കാലം മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പാർട്ടിക്കുള്ളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടുകയാണ് UDF ലക്ഷ്യം. CPIക്കും മുന്നണിയിലേക്ക് ക്ഷണമുണ്ട്. CPIയിൽ ഒരു കുറേ
ആളുകൾ അവർ പുനർചിന്തനം നടത്തി പലയിടങ്ങളിലും ഞങ്ങളോടൊപ്പം കടന്നു വരാനുള്ള അവസരം അവരൊരുക്കി. ആ ഒരുക്കിയതനുസരിച്ച് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളും തിരിച്ചുപിടിക്കുവാനുള്ള അവസരവും മറ്റും ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്താണ് KPCCയിൽ തന്നെ. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ UDF നേതൃയോഗം ചേരും. കൂട്ടായ തീരുമാനമെടുക്കുമെന്ന് അടൂർ പ്രകാശ് അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് പ്രധാന ഘടകമാണ്. നിലവിൽ UDFുമായി സഹകരിക്കുന്ന PV അൻവറിന്റെ കാര്യത്തിലും 22-ന് തീരുമാനമുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പൊതുധാരണയുണ്ടാകും. ജയസാധ്യതകൾക്കനുസരിച്ച് വിട്ടുവീഴ്ചയുണ്ടാകുമെന്ന് UDF കൺവീനർ ഡൽഹിയിൽ പറഞ്ഞു. ഏതായാലും അധികാരത്തിലെത്താൻ വലിയ നീക്കങ്ങൾക്കാണ് UDF തുടക്കം കുറിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം മുന്നണി മാറ്റ സാധ്യതകളും ചർച്ചകളും തള്ളുകയാണ് ജോസ് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും ജോസഫ് വിഭാഗത്തിൻ്റേത് വെറും വീരവാദം മാത്രമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് വിഭാഗത്തിനെന്നും കോൺഗ്രസ് എന്തെങ്കിലും തന്നാൽ അതും വാങ്ങി പോകുമെന്നും ജോസ് കെ മാണി പരിഹസിച്ചു. തൊടുപുഴയൊക്കെ ആണല്ലോ, അവിടെ ഇല കരിഞ്ഞു പോയി, ഇതൊക്കെയാണല്ലോ സംസാരം. നിങ്ങളെടുത്ത് പരിശോധിക്കണം. പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകളിലാണ് ഞങ്ങൾ വിജയിച്ചത്, 2 ചിഹ്നത്തിൽ. അത് കണ്ണൂരിൽ സ്ഫോടനത്തിൽ CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. CPM പ്രവർത്തകൻ വിപിൻ രാജിനാണ് പരിക്കേറ്റത്. കൈപ്പത്തി അറ്റുപോയ ഇയാളെ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിണറായി വെണ്ടുട്ടായി കനാൽക്കരയിലാണ് സ്ഫോടനമുണ്ടായത്. ഓലപ്പടക്കം പൊട്ടിയതെന്നാണ് വിപിൻ മൊഴി നൽകിയിരിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്നാണ് 3 വാർഡുകളിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഈ വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ വീണ്ടും പത്രിക സമർപ്പിക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ കിഫ്ബി നോട്ടീസിൽ സർക്കാരിന് ആശ്വാസമാകുന്ന നിലപാടാണ് കോടതിയിൽ നിന്നുണ്ടായത്. കേസിലെ ED നോട്ടീസിൽ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കിഫ്ബിയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. EDക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി. 3 മാസത്തേക്കാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. ED നൽകിയ നോട്ടീസിനെതിരെ കിഫ്ബിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി EDയുടെ നടപടി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. കിഫ്ബി വിദേശ ഫണ്ട് വിനിമയം നടത്തിയെന്നും ഫെമ നിയമത്തിന്റെ ലംഘനം നടത്തിയെന്നും ഫണ്ട് ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് പരിപാടി നടത്തിയെന്നുമൊക്കെയാണ് ഗുരുതരമായ ആരോപണം ED ഉന്നയിച്ചിരുന്നത്. എന്നാൽ EDയുടെ നടപടി നിയമപരമല്ലെന്നും ചട്ടപ്രകാരമുള്ള നോട്ടീസ് അല്ല നൽകിയതെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്നും യാതൊരു കാരണവശാലും EDയുടെ ആരോപണം ശരിയല്ലെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ വാദിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. EDയുടെ നോട്ടീസിന്റെ തുടർ നടപടി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. അതിൽ താൽക്കാലികമായ സ്റ്റേ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ EDയുടെ നോട്ടീസിന്റെ തുടർ നടപടി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ഹൈക്കോടതി വിധിയിൽ സന്തോഷമെന്ന് മുൻമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. കോടതിയെ ബഹുമാനിക്കുന്നുവെന്നും കോടതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്തിനാണ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നതുപോലും EDക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ആർക്കും EDയെ പേടിയില്ല എന്നും തോമസ് ഐസക് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് പറയാൻ EDക്ക് കഴിഞ്ഞില്ല. ഞങ്ങളെ സാക്ഷിയായിട്ട് റിസർവ് ബാങ്കിനെ വിളിച്ചു. റിസർവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകി. അതിലും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഇതാണ്. കർണാടകയിൽ വൻ യൂറിയ കുംഭകോണം. കർഷകർക്ക് നൽകാനായി കൃഷി വകുപ്പ് മുഖേന കേന്ദ്രം അനുവദിച്ച യൂറിയ മറിച്ചുവിറ്റു. സ്വകാര്യ ഗോഡൌണിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിലാണ് യൂറിയ കുംഭകോണം പുറത്തു കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് 180 ടൺ യൂറിയ കണ്ടെടുത്തു. 200 രൂപയ്ക്ക് കർഷകർക്ക് കൈമാറേണ്ടതാണ് 45 കിലോ വരുന്ന ഒരു ചാക്ക് യൂറിയ. ഇതേ യൂറിയ പുറത്തെത്തിച്ച് ചാക്കിന് 2500 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ മറിച്ചു വിൽക്കുകയായിരുന്നു.
IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായി കാമറൂൺ ഗ്രീൻ. IPL താരലേലത്തിൽ കൊൽക്കത്ത ഗ്രീനിനെ സ്വന്തമാക്കിയത് 25.2 കോടി രൂപയ്ക്കാണ്. മിച്ചൽ സ്റ്റാർക്കിന്റെ പേരിലുള്ള റെക്കോർഡാണ് ഗ്രീൻ മറികടന്നത്. 18 കോടി രൂപയ്ക്ക് ശ്രീലങ്കൻ പേസർ മദീഷ പതിരണയെയും കൊൽക്കത്ത വിളിച്ചെടുത്തു. രവി ബിഷ്ണോയെ 7 കോടി 20 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി. വെങ്കടേഷ് അയ്യർ 7 കോടി രൂപയ്ക്ക് ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലും എത്തി. ഡേവിഡ് മില്ലറെ 2 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കി. ഇടവേളയ്ക്ക് ശേഷം സൗത്ത് ആഫ്രിക്കൻ ഓപ്പണർ ക്വിന്റൺ ഡി കോക്കിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി. 1 കോടി രൂപയ്ക്കാണ് ഡി കോക്ക് മുംബൈയിലെത്തിയത്. അതേസമയം സർഫറാസ് ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങളെ ആരും തന്നെ വിളിച്ചെടുത്തില്ല. യൂത്ത് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ അണ്ടർ-19 താരം അഭിഗ്യാൻ കുണ്ടു. അണ്ടർ-19 ഏഷ്യ കപ്പിൽ മലേഷ്യക്കെതിരായ മത്സരത്തിലാണ് 17-കാരൻ അഭിഗ്യാന്റെ റെക്കോർഡ് പ്രകടനം. ഇതോടൊപ്പം യൂത്ത് ഏകദിനത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും അഭിഗ്യാൻ സ്വന്തം പേരിലാക്കി. 14-കാരൻ വൈഭവ് സൂര്യവംശിയുടെ 171 റൺസിന്റെ റെക്കോർഡാണ് അഭിഗ്യാൻ മറികടന്നത്. 125 പന്തിൽ നിന്ന് 209 റൺസുമായി താരം പുറത്താകാതെ നിന്നു. 9 സിക്സും 17 ഫോറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. ലയണൽ മെസ്സിയുടെ പരിപാടി അലങ്കോലമായതിന് പിന്നാലെ പശ്ചിമബംഗാൾ കായിക മന്ത്രി അരൂപ് ബിശ്വാസ് രാജിവെച്ചു. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെസ്സിയുടെ ഗോഡ് ടൂർ പരിപാടി അലങ്കോലമായിരുന്നു. കായിക മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനവും ഇതിനു പിന്നാലെ ഉയർന്നിരുന്നു. സുതാര്യമായ അന്വേഷണം ഉറപ്പുവരുത്തുന്നതിനാണ് രാജിയെന്ന് അരൂപ് ബിശ്വാസ് കത്തിൽ വിശദമാക്കുന്നുണ്ട്. രാജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അംഗീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. മമതാ ബാനർജിയുടെ വിശ്വസ്തൻ കൂടിയാണ് അരൂപ് ബിശ്വാസ്.